ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജിയുടെ ക്രിസ്മസ് എക്സാം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ആ ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിടണേ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈ കോശാംഗത്തിൽ വെച്ച് നടക്കുന്ന കോശ ശ്വസന ഘട്ടത്തിൻ്റെ പേരെഴുതുക. ഏതാണ് ശ്വസനഘട്ടം എന്ന് പറയുന്നത്? ഏതാണ്? ഏത് ഘട്ടമായിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ക്രെബ്സ് സൈക്കിളാണ് കേട്ടോ. സൈക്കിളാണ്. ഈ ഘട്ടത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 28 ഇതിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയ്ക്ക് പൊതു സവിശേഷതകൾ ഏത് എന്ന് എഴുതുക. ഇതിൽ ഒറ്റപ്പെട്ടതെന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ് കേട്ടോ. മറ്റുള്ളത് ലിംഫ് വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ലിംഫ് വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം എഴുതിയാൽ അവിടെ 1 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. പാൻക്രിയാസ് എന്ന് മാത്രം എഴുതിയാൽ 1/2 മാർക്കേ കിട്ടുള്ളൂ കേട്ടോ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രക്രിയകൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇരുണ്ട ഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. പ്രകാശഘട്ടത്തിൽ ഓക്സിജനെ പുറന്തള്ളുന്നു. ഇരുണ്ട ഘട്ടത്തിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് 1 ശരി, 2 ശരി, 3 ശരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ബി ആണ്. ഒന്നാമത്തത് തെറ്റാണ് കേട്ടോ. 2ഉം 3ഉമാണ് ഇവിടെ ശരി എന്ന് പറയുന്ന പ്രസ്താവനകൾ കേട്ടോ. ഇത് തെറ്റാണ്. ഈ 2 പ്രസ്താവനകളും എന്താണ്? ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയാലോ. അസ്ഥിയെ ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരിക്കുന്നു. രോഗം ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥിയുടെ കാഠിന്യം നഷ്ടപ്പെടുന്നു. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം ഈ രോഗത്തിന് കാരണമായേക്കാം. അപ്പം ഇവിടെ രോഗം ഏതാണ്? നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? ഓസ്റ്റിയോപെറോസിസ് ആണ് കേട്ടോ. ഓസ്റ്റിയോപെറോസിസ് ആണ്. ജസ്റ്റ് അവിടെ എഴുതി വെക്കുക കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന എന്ന് പറയുന്നത് നേർപ്പിച്ച ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നിശ്വാസവായു കടത്തിവിടുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാവുന്നു. കാരണം നിശ്വാസ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ A ശരിയാണ്, B ശരിയാണ്, C ശരിയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ ആൻസർ D ആണ് ശരി കേട്ടോ. പ്രസ്താവനയും കാരണവും ശരി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ആറാമത്തെ ക്വസ്റ്റ്യനെ. അസ്ഥികളും അവയുടെ സവിശേഷതകളും തെറ്റായ ജോഡികളായി നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് ശരിയായി ക്രമീകരിച്ചത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ശരിയായി ക്രമീകരിച്ചത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൽ ക്രമീകരിച്ചത് ഇതാണ് കേട്ടോ. ആൻസർ A ആണ് കേട്ടോ. ശരിയായി ക്രമീകരിച്ചത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബോക്സിൽ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ജീവി ശ്വസന പ്രതലം എന്ന രീതിയിൽ ഉചിതമായ ജോഡികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ജീവി എഴുതുക. ഏതാണ് അതിൻ്റെ ശ്വസന പ്രതലം എന്നുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം മനുഷ്യൻ്റെ ശ്വസനം ഏതാണ്? മനുഷ്യൻ ആദ്യം എഴുതി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏതാണ്? ശ്വാസകോശമാണ് കേട്ടോ. കോശമാണ്. അമീബ ഏതാണ്? കോശസ്തരമാണ്. അമീബ കോശസ്തരമാണ്. മണ്ണിര ഏതാണ്? ത്വക്കാണ് കേട്ടോ. മണ്ണിര ത്വക്കാണ്. അടുത്തത് മത്സ്യമാണ് കേട്ടോ. മത്സ്യം നിങ്ങൾ എഴുതിയാൽ മതി. മത്സ്യം ഏതാണ്? ശകുലമാണ് അതിൻ്റെ ശ്വസന പ്രതലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചിത്രീകരണം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ഭാഗം ഏതാണെന്ന് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് എഴുതി പോവാം കേട്ടോ. ഏതാണ്? ടെൻഡനാണ് കേട്ടോ.
ടെൻഡൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി എന്താണ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? എക്സ് എന്ന ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത്? ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ടെൻഡൻ ആണ്. ഇതിൻ്റെ ധർമ്മം എന്ത്? പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കേട്ടോ. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അവിടെ എഴുതി വെക്കുക കേട്ടോ. പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കൈകൾ നിവർത്തുമ്പോൾ ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന പേശികൾക്കുണ്ടാകുന്ന മാറ്റം വിശദീകരിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ എന്തൊക്കെയാണ് പേശികൾക്കുണ്ടാകുന്ന, കൈകൾ നിവർത്തുമ്പോൾ പേശികൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ മടക്ക് പേശിയുണ്ട്. മടക്ക് പേശി അയ്യോ കേട്ടോ, അയയുകയും അതേപോലെ നിവർത്തൽ പേശി എന്താ ചെയ്യുന്നത്? സങ്കോചിക്കുന്നു കേട്ടോ. നിങ്ങൾ എഴുതിയാൽ മതി, കൂട്ടി എഴുതണേ. സങ്കോചിക്കുന്നു. നിവർത്തൽ പേശി സങ്കോചിക്കുന്നു കേട്ടോ. നിവർത്തൽ പേശി സങ്കോചിക്കുന്നു. ഇത് കൂട്ടി ഇങ്ങോട്ട് എഴുതി വെക്കണം കേട്ടോ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. ഒരു വ്യക്തിയുടെ മൂത്രപരിശോധനാ റിപ്പോർട്ട് ചുവടെ നൽകിയിരിക്കുന്നു. അപ്പം കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗ്ലൂക്കോസ്, ഏതൊക്കെ കോശങ്ങളുണ്ട്, ബിലിറൂബിനുണ്ടോ, ആൽബ്യൂമിനുണ്ടോ, കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച് വ്യക്തിക്ക് ഉണ്ടായിരിക്കാനിടയുള്ള രോഗങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? സോ ഉണ്ടാവാനുള്ള ഏതാണ്? പ്രമേഹം ഉണ്ടാവും കേട്ടോ. പ്രമേഹം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഏതൊക്കെ രോഗങ്ങളാണ്? മൂത്രപഥനത്തിൽ അണുബാധ, പഴുപ്പിൻ്റെ കോശങ്ങൾ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പം അണുബാധ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അണുബാധ. പിന്നെ വേറെ എന്താണ്? ബിലിറൂബിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഏതായിരുന്നു? മഞ്ഞപ്പിത്താണ് കേട്ടോ. മഞ്ഞപ്പിത്തം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ്? കാൽസ്യം ഓക്സൈഡ് തരികളുണ്ട് അല്ലേ? അപ്പം വൃക്കയിൽ കല്ല് കേട്ടോ. വൃക്കയിലെ കല്ലും ഉണ്ടാകാൻ അദ്ദേഹത്തിന് ചാൻസുള്ള രോഗങ്ങളാണ്. ഈ രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ? ചുവടെ നൽകിയിരുന്ന പ്രസ്താവനയിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? CO2 ഹീമോഗ്ലോബിനുമായി ചേർത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നത്? കാർബോക്സി അല്ല കേട്ടോ, കാർബമിനോ ആണ് കേട്ടോ. കാർബമിനോ ഹീമോഗ്ലോബിനാണ് ഉണ്ടാകുന്നത് കേട്ടോ. അത് മൊത്തം എഴുതണേ. കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അത് ശരിയാണ് കേട്ടോ. അടുത്ത സി എന്താണ്? 23% CO2. അത് തെറ്റാണ് കേട്ടോ. 23 അല്ല, ഇവിടെ എത്ര CO2 ആണ്? 70% ആണ് കേട്ടോ. 70% CO2 ആണ്. ബാക്കി മറ്റേ 4ാമത്തത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. ചുവടെ നൽകിയിരിക്കുന്ന ഭാഗങ്ങൾക്ക് വ്യായാമം കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? പ്രയോജനങ്ങൾ വിശദമാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാവേ. ഹൃദയവും രക്തക്കുഴലും അല്ലേ? പേശികളുടെ പ്രവർത്തനക്ഷമത കൂട്ടാനും രക്തക്കുഴൽ വികസിക്കുന്നു, രക്തപ്രവാഹം കൂടാനും എന്ത് പ്രയോജനമാണ്? വ്യായാമം നമുക്ക് പ്രയോജനമാണ് കേട്ടോ. അടുത്ത ശ്വാസകോശത്തിന് എങ്ങനെയൊക്കെയാണ് ഉപകാരം? വൈറ്റൽ കപ്പാസിറ്റി കൂട്ടുന്നു, വാതക വിനിമയം കാര്യക്ഷമമാക്കാനും എന്ത് പ്രയോജനമാണ്? നമ്മുടെ വ്യായാമം ചെയ്യൽ പ്രയോജനമാണ് കേട്ടോ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക കേട്ടോ. ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് 2ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതേപോലെ തന്നെ 3ാമത്തെ പ്രസ്താവനയും ഇവിടെ ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടത്തുന്നു. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പിടികിട്ടും. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യനെ തരുണാസ്ഥികളെ അസ്ഥികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ്? അസ്ഥികളേക്കാൾ മൃദുലമായതാണ്, വഴക്കമുള്ളതുമാണ് ഏത്? തരുണാസ്ഥികൾ എന്ന് പറയുന്നത് കേട്ടോ. അസ്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി തരുണാസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ഇല്ല കേട്ടോ. ഈ 2 പോയിന്റ് എഴുതിയാൽ അവിടെ 2 മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യനെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന സൂചിപ്പിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ABCD ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? A എന്ന് പറയുന്ന ആരാണ്? ഗ്രാനയാണ് അല്ലേ. അടുത്ത B എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രോമ ലാമെല്ലെ ആണ് അല്ലേ. അടുത്ത ഏതാണ്? സ്ട്രോമയാണ്. അടുത്ത ഏതാണ്? തൈലെ
കോയിഡാണ് കേട്ടോ. അടുത്ത ബി എന്ന് വെച്ചിട്ട് എന്താണ്? എയിലുണ്ടാകുന്ന ഏതെങ്കിലും 2 ഉൽപ്പന്നങ്ങളുടെ പേര് എഴുതുക. ഒന്ന് ഓക്സിജന്, ATP, ഹൈഡ്രജൻ, ഇതൊക്കെ ഏത് വേണമെങ്കിലും ഇവിടെ എഴുതാവുന്നതാണ് കേട്ടോ. 15-ാം ക്വസ്റ്റിനെ ചിത്രം പൂർത്തിയാക്കുക. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏത് അക്ഷാസ്ഥികൂടം കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എന്തായിരിക്കും? അനുബന്ധ അസ്ഥികൂടമായിരിക്കും കേട്ടോ. ഇനി ബി എന്ന് പറയുന്ന അക്ഷാസ്ഥികൂടം ഏതൊക്കെയാണ്? മാറലുണ്ട്, പിന്നെ വാരിയലുണ്ട്, ഇവിടെ ഏതാണ്? നട്ടെല്ലുണ്ട് കേട്ടോ. ഇനി അനുബന്ധ അസ്ഥികൂടത്തിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഇയും എഫുമാണ്. കാലുകൾ കൊടുത്തിട്ടുണ്ട്, തോൾ വലയം കൊടുത്തിട്ടുണ്ട്, ഇടുപ്പിൽ എഴുതാം. അതേപോലെ എന്താണ്? നമ്മുടെ കൈകളും അവിടെ എഴുതാവുന്നതാണ് കേട്ടോ. 16-ാമത്തെ ക്വസ്റ്റിനാണ് ഹൃദയാരോഗ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിക്കുന്ന ശാസ്ത്ര സെമിനാർ ഉൾപ്പെടുത്താൻ സൂചനകൾ അധികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എഴുതാം. ഹൃദയാരോഗ്യം നിലനിർത്താൻ അനുവർത്തിക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറയുന്നത് കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത്, ധർമ്മഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രോഗാവസ്ഥ, അതിറോസ്ക്ലിയറോസിസ് ആണ് കേട്ടോ. അതിറോസ്ക്ലിയറോസിൻ്റെ ഫലമായി കൊറോണറി ധമനികളിൽ രക്തം കട്ടപിടിച്ച് ക്ലോറോണറി ത്രോംബസോസിസ് ആവുന്നു അല്ലേ. അടുത്ത എന്താണ്? ഹൃദയാഘാതത്തിന് കാരണമാകുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരോഗ്യപരമായ ശീലമാക്കുക, മദ്യപാനം, പുകവലി എന്നിവ ദുശീലങ്ങൾ ഒഴിവാക്കുക. പിന്നെന്താണ്? ശരീരഭാരം ക്രമീകരിക്കുക, വ്യായാമം ചെയ്യുക, മാനസിക പിരിമുറുക്കം എന്ത് ചെയ്യുക? ലഘൂകരിക്കുക കേട്ടോ. ഇനി 17-ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. ശരീരചലനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. എ ഉണ്ട് അല്ലേ, ബി എ, സി എ, ഡി ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഫ്ലജെല്ലാർ ചലനമാണ് ഫസ്റ്റ് എയിൽ വരിക കേട്ടോ. ഇനി ബി എന്താണ്? ശ്വേതരക്താണുക്കളുടെ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും സഹായിക്കുന്ന ചലനമാണ്. അടുത്ത ഏതാണ്? സിലിയറി ചലനമാണ്. ലാസ്റ്റ് ഡി എന്ന് പറയുന്നത് എന്താണ്? പേശി ചലനം. എന്താണ് ഉദാഹരണം? വിവിധ ചലനങ്ങൾക്കായി പേശികളുടെ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് കേട്ടോ അവിടെ കൊടുക്കേണ്ടത്. അടുത്ത 18-ാമത്തെ ക്വസ്റ്റിനാണ് ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രീകരണത്തിന് കാണിച്ചിരിക്കുന്ന ചികിത്സാ രീതിയുടെ പേരെഴുതുക. ഏതാണ്? ഹോമോ ഡയാലിസിസ് ആണ്. ഈ ചിത്രത്തിൻ്റെ രക്തത്തിലേക്ക് ഹെപ്പാരിൻ ചേർക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഡയാലിസിസ് മെഷീനിൽ വെച്ച് രക്തം കട്ട പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ഹെപ്പാരിൻ ചേർക്കുന്നത് കേട്ടോ. അടുത്ത എന്താണ്? എക്സ് എന്ന ഭാഗത്ത് നിന്ന് ദ്രവം യഥാക്രമം നീക്കം ചെയ്യാതിരിക്കാൻ ഈ പ്രക്രിയയെ എങ്ങനെ ബാധിക്കും? ഗാഢതാ വ്യത്യാസം നിലനിർത്തുന്നതിനാൽ മാലിന്യ നീക്കം ചെയ്യൽ ഫലപ്രദമാകുന്നു. ലവണങ്ങളുടെ അസന്തുലനാവസ്ഥ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കറക്റ്റ് നീക്കം ചെയ്തില്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായേക്കാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഡയാലിസിസ് രോഗിക്ക് ഉണ്ടായേക്കാം കേട്ടോ. 19-ാമത്തെ ക്വസ്റ്റിനെ പദമൂലത്തിൽ നിന്ന് ഉചിതമായത് കണ്ടെത്തി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പം ജീവി കൊടുത്തിട്ടുണ്ട്. മുഖ്യ വിസർജന വസ്തു, വിസർജന അവയവം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഷഡ്പദം യൂറിക് ആസിഡാണ്. ഏതാണ് വിസർജന അവയവം എന്ന് പറയുന്നത്? മാൽപീജിയൻ നളികകളാണ് കേട്ടോ. അമീബ അമോണിയാണ്, സങ്കോച ഫേനം വഴിയാണ്. തവള യൂറിയാണ്, വൃക്കകൾ വഴിയാണ് അതിന് വിസർജന അവയവം എന്ന് പറയുന്നത്. 20-ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. ജീവികളുടെ ചട്ടക്കൂടിൽ വൈവിധ്യം സൂചിപ്പിക്കുന്ന ചിത്രീകരണം ഉചിതമായിട്ട് പൂർത്തിയാക്കുക. ചട്ടക്കൂട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ എയിൽ വരുന്ന ഏതാണ്? ബാഹ്യ അസ്ഥികൂടമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബി ഏതാ വരുന്നത്? ശരീരത്തിനുള്ളിലെ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. ഇനി സിയും ഡിയും ജീവികൾക്ക് ഉദാഹരണമാണ്. മണ്ണിര, ഹൈഡ്ര, ഒച്ച കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ ജീവികൾക്ക് ഉദാഹരണം, ബാഹ്യസ്ഥയോടത്തിന് ഉദാഹരണം ഏതാണ്? ഞണ്ട്, കക്ക, ചിപ്പി, പുൽച്ചാടി, പാറ്റ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ചിത്രീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എ, ബി എന്നിവയെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. അസ്ഥിപേശികളും അതേപോലെ ഹൃദയപേശികളുമാണ് കേട്ടോ. സി എന്ന പേശിയുടെ ചിത്രം വരയ്ക്കുക. ഇവിടെ ഒരു പേശിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സി എന്ന ക്വസ്റ്റിന് എ, ബി എന്നിവയുടെ ആകൃതിയും അഗ്രങ്ങൾക്കനുസരിച്ചുള്ള നിയന്ത്രണത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരുന്നു? അപ്പോൾ എങ്ങനെയാണ്? സിലിണ്ടർ ആകൃതിയിലുള്ള കോശമാണ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസ്ഥിപേശികൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്താണ്? അഗ്രങ്ങൾക്കനുസരിച്ചുള്ള പേശികളുടെ നിയന്ത്രണം സാധ്യമാവുന്നു. 21-ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എ, ബി എന്നിവ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. എ ഏതാണ്? അസ്ഥിപേശികളാണ്. ബി എന്ന് പറയുന്നത് ഏതാണ്? ഹൃദയപേശിയാണ് കേട്ടോ. ഇനി ബി എന്താ ചോദിച്ചേക്കുന്നത്? സി എന്ന പേശിയുടെ ചിത്രം വരയ്ക്കുക. സി ഇവിടെ ഈ പേശിയുടെ ചിത്രമാണ് അവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി എയും ബിയും എന്നിവ ആകൃതിയിലും ആഗ്രഹത്തിനനുസരിച്ചുള്ള നിയന്ത്രണത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എ എങ്ങനെയാണ്? സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. ആഗ്രഹത്തിനനുസരിച്ച് പേശികളുടെ നിയന്ത്രണം
സാധ്യമാകുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ബി എന്ന് പറയുന്നത് ഏതാണ്? ബി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയപേശികളാണ്. ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങളാണ്. ആഗ്രഹത്തിനനുസരിച്ച് പേശികളുടെ നിയന്ത്രണം സാധ്യമാകുന്നില്ല. അടുത്ത 22ാമത്തെ ക്വസ്റ്റിനെ ഇപ്പോൾ ഇത് ഫുള്ള് ചെയ്യാനാണ് കേട്ടോ, കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ എ ഉച്ഛ്വാസം, ബി നിശ്വാസമാണ്, സി സങ്കോചിക്കുന്നു, ഡിയും എന്ത് തന്നെയാണ്? സങ്കോചിക്കുന്നുമാണ്. ഇ എന്താണ്? ഉയരുന്നു. എഫ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ജി എന്താണ്? പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. എച്ച് എന്താണ്? താഴുന്നു. ജസ്റ്റ് ആ ഒരു ഗ്രാഫിലോട്ട് എഴുതി കൊടുത്താൽ മതി കേട്ടോ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യനാണ്. ചിത്രം പകർത്തി വരച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പം ജസ്റ്റ് ഈ ചിത്രം ഒന്ന് നോക്കിയിട്ട് നമ്മൾ വരയ്ക്കണം കേട്ടോ. അടുത്ത എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിയാലോ. ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾക്ക് അനുസരിച്ച് ഭാഗങ്ങൾ രേഖപ്പെടുത്തുക. 1. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലേത്? വൃക്കയിൽ നിന്ന് രക്തത്തെ പുറത്തോട്ട് വഹിക്കുന്ന കുഴലേത്? സി. ഇനി അതിൽ ഡി ക്വസ്റ്റ്യൻ ആണ്. സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ ധർമ്മം എഴുതുക. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ്? വൃക്കയിലേക്ക് എത്തിക്കുന്നത് വൃക്കധമനിയാണ്, വൃക്കാസ്ഥിരയുണ്ട് അല്ലേ. രണ്ടാമത്തെ എന്താ? ഒന്ന് വൃക്കയിലേക്ക് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നതും വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നതാണ് അല്ലേ. എത്തിക്കുന്നത് വൃക്കാധമനിയും കൊണ്ടുപോകുന്ന ആരാണ്? വൃക്കാസ്ഥിരയുമാണ്. സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പേരെന്താണ്? അല്ലേ, ശ്രീ എന്താ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന പേര് അല്ലേ, ഈ കുഴലാണ് അല്ലേ. ഇതാണ് സി അല്ലേ. ഓക്കെ, സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഫങ്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, ധർമ്മം എഴുതാനാണ്. മൂത്രസഞ്ചിയിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പം നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.